സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥൻ വന്നിട്ട് കോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് പ്രഭാവതി വാതിൽ തുറക്കുന്നില്ല. ഈ സമയം സിദ്ധാർത്ഥൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പ്രഭ എന്തായിരിക്കുമോ വാതിൽ തുറക്കാത്ത, ഇനി പ്രഭ എന്നോട് ദേഷ്യമായിട്ട് വാതിൽ തുറക്കാത്തയായിരിക്കുമെന്ന്. അങ്ങനെ വീണ്ടും ഒന്നും കൂടി ബെല്ലടിച്ചിട്ടും പ്രഭാവതി വന്ന് വാതിൽ തുറക്കുന്നില്ല. പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് വാതിലൊന്ന് മുട്ടി നോക്കാമെന്ന് വിചാരിച്ച് വാതിലിട്ട് തട്ടണ സമയത്ത് വാതിൽ അങ്ങോട്ട് തുറന്നു പോകുന്നുണ്ട്. ആ സമയത്താണ് സിദ്ധാർത്ഥന് മനസ്സിലാവുന്നത് വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വെറുതെ അടച്ചിട്ടുള്ളൂ എന്ന്. എന്തായിരിക്കുമോ പ്രഭ ഇങ്ങനെ വാതിലടച്ചിട്ട് എവിടെ പോയതായിരിക്കും, ഒരിക്കലും പ്രഭ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറിയ സിദ്ധാർത്ഥൻ പെട്ടെന്ന് നോക്കുമ്പോഴൊന്നും പ്രഭാവതിയെ കാണുന്നില്ല. എന്നിട്ട് പ്രഭ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ പ്രഭാവതി അവിടെ വീണ് കിടക്കുന്ന ആ ഒരു കാഴ്ച സിദ്ധാർത്ഥൻ കാണുന്നത്. വേഗം തന്നെ സിദ്ധാർത്ഥൻ ഓടി പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതിയെ എഴുന്നേൽപ്പിക്കുന്ന സമയത്താണ് സിദ്ധാർത്ഥൻ ആ ഒരു കാഴ്ച കാണുന്നത്. പ്രഭാവതിയുടെ തലയൊക്കെ പൊട്ടി ഇങ്ങനെ ചോര ഒഴുകി വരുന്നത്. ഈ സമയം സിദ്ധാർത്ഥൻ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. പ്രഭയെന്നും പറഞ്ഞ് ഒരുപാട് വിളിക്കുന്നുണ്ടെങ്കിലും പ്രഭാവതി കണ്ണൊന്നും തുറക്കണില്ല, ബോധം കെട്ടി തന്നെ കിടക്കാണ്. വേഗം തന്നെ സിദ്ധാർത്ഥൻ ചെന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പ്രഭാവതിയുടെ മുഖത്ത് തളിക്കുന്നുണ്ടെങ്കിലും അപ്പോഴും പ്രഭാവതിക്ക് ബോധം വീഴുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, പ്രഭയ്ക്ക് ബോധം വീഴുന്നില്ലല്ലോ, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, പ്രഭയെ എങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് സിദ്ധാർത്ഥൻ വേഗം തന്നെ ഫോണെടുത്ത് ഗിരീഷിനെ വിളിക്കാമെന്ന് പറഞ്ഞ് ഗിരിക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ഗിരിയും രജനിയാണെങ്കിൽ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം രജനി പറയുന്നുണ്ട്, എന്തായാലും വീട്ടിലെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല ഗിരി, ആദ്യം അമ്മയോട് മത്സരിക്കാൻ പറഞ്ഞതാ, അമ്മ മത്സരിച്ചില്ല, എന്നിട്ട് ദേവികയെ നിർത്തിയപ്പോഴും അമ്മയ്ക്ക് സമ്മതമായിരുന്നു, ഇപ്പോൾ അമ്മ പറയണത് ദേവികയോട് പിന്മാറണമെന്ന്. ആ സമയത്ത് അച്ഛനാണെങ്കിൽ ദേവിക മത്സരിച്ചേ പറ്റൂ എന്നുള്ള വാശിയിലും അതിന് നമ്മൾ എന്ത് ചെയ്യും, ചന്ദ്രോത്തെ എല്ലാ സമാധാനവും പോയി എന്ന് പറയണം. ആ സമയത്ത് ഗിരിയുടെ അമ്മ പറയുന്നുണ്ട്, എല്ലാം ശരിയാവുന്നേ, പ്രഭാവതി മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കട്ടെ, ആര് ജയിച്ചാലും നിങ്ങൾക്ക് ഗുണമല്ലേ, ചന്ദ്രോത്തുനിന്നൊരു MLA ഉണ്ടാവുമല്ലോ. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അതല്ല അമ്മേ, ഇനിയിപ്പോൾ അമ്മ എങ്ങാനും ദേവികയ്ക്ക് മുന്നിൽ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല, പിന്നെ അമ്മ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയില്ല എന്ന്. ഈ സമയത്താണ് ഗിരീഷിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത്. വേഗം തന്നെ ഫോൺ എടുത്തിട്ട് സിദ്ധാർത്ഥൻ സാറാണല്ലോ വിളിക്കണേന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്താ സാറേ എന്ന് ചോദിച്ചതും സിദ്ധാർത്ഥൻ, ഗിരി നീ എത്രയും പെട്ടെന്ന് ചന്ദ്രോത്തേക്ക് വന്നം, എന്താ സാർ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം പ്രശ്നമൊക്കെ ഉണ്ട്, അതിവിടെ വന്നിട്ട് പറയാം, എത്രയും പെട്ടെന്ന് നീ ചന്ദ്രോത്തേക്ക് വാന്ന് പറയണു. അങ്ങനെ ഗിരി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നോടത്തുനിന്ന് എണീറ്റ് പോകാൻ തുടങ്ങുമ്പം രജനി ചോദിക്കുന്നുണ്ട്, എന്താ ഗിരി ഭക്ഷണം കഴിക്കൽ നിർത്തിയത്, അച്ഛൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് എന്നോട് ചന്ദ്രോത്തേക്ക് ചെല്ലാനാ പറഞ്ഞത്, നീയും കൂടെ പോരേന്ന് പറയണു. അങ്ങനെ രജനിയും ഗിരിയും കൂടി ചന്ദ്രോത്തേക്ക് പോകുന്ന വഴിക്ക് രജനി ഗിരിയോട് ചോദിക്കുന്നുണ്ട്, അവിടെ എന്തായിരിക്കുമോ ഗിരി പ്രശ്നം. സിദ്ധാർത്ഥൻ സാറ് ഒന്നും പറഞ്ഞില്ല, നീ ഒരു പണി ചെയ്യുക, നന്ദനെ ഒന്ന് വിളിച്ചു നോക്കുന്നു. അങ്ങനെ രജനി ഫോണെടുത്ത് നന്ദനെ വിളിക്കുന്ന സമയത്ത് നന്ദൻ ഫോൺ എടുക്കുന്നുണ്ട്. എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പം വീട്ടിലെന്താടാ പ്രശ്നം, അച്ഛൻ വിളിച്ചിട്ട് ഗിരിയോട് അങ്ങോട്ട് വരാൻ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വീട്ടിലില്ല ചേച്ചി, പിന്നെ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദേവിയുടെ വീട്ടിലാന്ന്. അതെയോ, വീട്ടിലെന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, അച്ഛൻ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ചന്ദ്രോത്തേക്ക് ചെല്ലാൻ പറഞ്ഞു, നീയും വാന്ന് പറയുന്നു. എന്നാൽ ഞാനിപ്പോൾ തന്നെ ദേവിയും കുട്ടി അങ്ങോട്ട് വരാൻ ചേച്ചിയെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ഒരു പ്രകാരം പ്രഭാവതിയെ എടുത്തു പൊക്കി ഇറയത്ത് കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ ഗിരീഷിനും രജനിയും കൂടി അങ്ങോട്ട് വരുന്നുണ്ട്. രജനി വന്നതും സിദ്ധാർത്ഥനെയും പ്രഭാവതിയും കണ്ടിട്ട്, എന്താ അച്ഛാ, എന്താ ഇവിടെ പ്രശ്നം, എന്തിനാ അച്ഛാ വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഓടി ചെല്ലുമ്പം രജനി കാണുന്ന കാഴ്ച തലയൊക്കെ ചോരയൊക്കെ ഒലിപ്പിച്ചിരിക്കുന്ന പ്രഭാവതിനെയാണ്. വേഗം തന്നെ രജനി വിചാരിക്കുന്നത് സിദ്ധാർത്ഥൻ എന്തോ ചെയ്തതാണെന്ന്. അങ്ങനെ രജനി സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, അച്ഛൻ എന്താ അമ്മയെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തതല്ല മോളെ, ഞാൻ വരുമ്പം പ്രഭ അകത്ത് ബോധമില്ലാതെ കിടക്കുമായിരുന്നു, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, പ്രഭയ്ക്ക് ബോധം തെളിഞ്ഞാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ, എത്രയും പെട്ടെന്ന് നമുക്ക് പ്രഭയെ ആസ്പത്രിയിൽ എത്തിക്കണം. അങ്ങനെ എല്ലാവരും ചേർന്ന് പ്രഭാവതിയെ കാറി കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനയാണ്. നന്ദനാണെങ്കിൽ ഗിരീഷിന് ഫോൺ ചെയ്തിട്ട്, ഗിരീഷ് ഏട്ടാ നിങ്ങൾ എവിടെയാണ്, ഞങ്ങളിപ്പോൾ ചന്ദ്രോത്ത് വന്നിട്ടുണ്ടെന്ന് പറയുമ്പം നിങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോരെ, ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലുള്ള എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം അത് ഇവിടെ വന്നിട്ട് പറയാൻ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ നമ്മളുടെ നന്ദനും ദേവികയും വേഗം ചന്ദ്രോത്തുനിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നീട് പ്രഭാവതിയെ ഡോക്ടർ പരിശോധിച്ചിട്ട് വേഗം തന്നെ ICUലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ പ്രഭാവതിനെ ICUലേക്ക് കൊണ്ടുപോയതിന് ശേഷം സിദ്ധാർത്ഥനും രജനിയും വെളിയിൽ നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥനോട് രജനി പറയുന്നുണ്ട്, ഇതെന്തായാലും അമ്മയെ ആക്രമിച്ചത് രാഷ്ട്രീയ എതിരാളികൾ തന്നെയാണ്, അച്ഛൻ്റെ സപ്പോർട്ടോട് കൂടിയാണോ അച്ഛാ ഇത് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ മോൾ എന്തൊക്കെയാണ് മോളെ പറയണേ.
അപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെങ്കിലും പ്രഭയെ ആക്രമിക്കാൻ മാത്രം ഞാൻ അത്ര ദുഷ്ടനാണോന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെയാണല്ലോ, സ്വന്തം സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി എതിർ സ്ഥാനാർത്ഥിയെ കൊല്ലാനും മടിക്കില്ലാത്ത ആളുകളല്ലേ രാഷ്ട്രീയക്കാരെന്ന്. ആ സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കണ ഗിരീഷിനെ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് രജനി പറയണേ, നീ ആരോടാ പറയണേന്ന് വലിയ ബോധമുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് നല്ല ബോധമുണ്ട്, അമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാർ എന്തായാലും അച്ഛനും ദേവികയും മാത്രമാണ്. ആ സമയത്ത് ഈ രജനി ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മളുടെ ദേവികയും നന്ദനും അങ്ങോട്ട് വരുന്നത്. രജനിയുടെ ഈ ഒരു സംസാരം കേട്ടതും ദേവികയ്ക്ക് ഭയങ്കര വിഷമാവുന്നുണ്ട്. ആ സമയത്ത് ഗിരീഷൻ രജനിയെ വഴക്ക് പറയുന്നുണ്ട്, നീ ആവശ്യമില്ലാത്തതൊക്കെ പറയല്ലേ രജനിയെന്ന്. ആ സമയം രജനി പറയുന്നുണ്ട്, ഞാൻ പറയണതിനാണോ കുഴപ്പം, ആവശ്യമില്ലാത്തതൊക്കെ കാണിക്കണതിന് ആർക്കും കുഴപ്പമില്ലല്ലോ. അപ്പോഴേ അമ്മ പറഞ്ഞതാ ദേവികയോട് ഇലക്ഷന് മത്സരിക്കേണ്ട, പിന്മാറാൻ. അന്ന് ഇവളത് കേട്ടിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അതിന് ആദ്യം മത്സരിക്കാൻ ദേവികയെ പ്രോത്സാഹിപ്പിച്ചത് അമ്മ തന്നെയല്ലേ, പിന്നീട് നോമിനേഷൻ കൊടുത്തതിന് ശേഷമല്ലേ അമ്മ പിന്മാറാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട, എന്തായാലും പ്രഭയെ ഡോക്ടർ പരിശോധിക്കുകയല്ലേ, പ്രഭയുടെ അവസ്ഥ എന്താണെന്ന് അറിയട്ടെ എന്ന്. ഇതേ സമയം പ്രഭാവതിയെ ആരോ ആക്രമിച്ച് ഹോസ്പിറ്റലിലാണെന്നുള്ള റിപ്പോർട്ട് പത്രക്കാരും ചാനലുകാരൊക്കെ അറിഞ്ഞിട്ട് അവരെല്ലാവരും ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. അവരെ കണ്ടതും ഗിരീഷൻ രജനിയോട് വന്നിട്ട് പറയുന്നുണ്ട്, അവർ പലതും ചോദിക്കും, നീ ഒന്നിനും ആവശ്യമില്ലാത്ത മറുപടി ഒന്നും പറയരുത് കേട്ടോ, ഒന്നും അറിയില്ല എന്ന് തന്നെ പറഞ്ഞാൽ മതി. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, ശരി ഗിരി, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ എന്ന്. പിന്നീട് പത്രക്കാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥനോട്, ഇതെന്ത് സംഭവിച്ചതാ, എങ്ങനെയാണ് മേഡം ആക്രമിക്കപ്പെട്ടതെന്നൊക്കെ ചോദിക്കുമ്പം അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, പ്രഭയ്ക്ക് ബോധം തെളിഞ്ഞാലേ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഞാൻ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് പ്രഭ തലയ്ക്ക് അടി കൊണ്ട് ബോധമില്ലാതെ അവിടെ കിടക്കുമായിരുന്നു, പെട്ടെന്ന് ഞങ്ങളെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാ, ഇപ്പോൾ പ്രഭ ഐസിയുല. ആ സമയത്ത് ഒരാൾ സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, മേഡത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം ഒന്നും പറയാറായിട്ടില്ല, ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. മേഡത്തെ ആക്രമിച്ചത് ആരാന്ന് വല്ല ഊഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല, പ്രഭയ്ക്ക് ബോധം തെളിഞ്ഞാലേ ആക്രമിച്ചത് ആരാന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ പത്രക്കാരൊക്കെ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ TV-യിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, KDFൻ്റെ സ്ഥാനാർത്ഥി പ്രഭാവതി ചന്ദ്രോത്തിനെ എതിർ പാർട്ടിക്കാർ ആക്രമിച്ചു, പ്രഭാവതി ഇപ്പം ICUവിലാണ്, ഗുരുതരാവസ്ഥയിലാണെന്നും പറഞ്ഞ്. അത് കണ്ടതും അരുന്ധതിക്ക് ഇങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട്, ഇതാരായിരിക്കും ഇപ്പോൾ പ്രഭാവതിയെ ആക്രമിച്ചത്, എന്തായാലും ത്യാഗരാജൻ അറിയാതെ ഒന്നും സംഭവിക്കില്ലല്ലോ എന്നൊക്കെ കരുതി വേഗം തന്നെ അരുന്ധതി ത്യാഗരാജനോട് വീട്ടിലോട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ത്യാഗരാജൻ ചെന്നതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, വിശേഷങ്ങളൊന്നും ത്യാഗരാജൻ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ, നമുക്ക് സന്തോഷമുള്ള വാർത്തയല്ലേ, ആ പ്രഭാവതിയെ ആരോ ആക്രമിച്ചു എന്ന്. ആ സമയത്ത് അരുന്ധതി കൈ നിവർത്തി ത്യാഗരാജൻ്റെ ചെകിട് നോക്കി ഓർണം കൊടുക്കുന്നുണ്ട്. ആർക്ക് സന്തോഷമുള്ള വാർത്തയാണ് ആ ത്യാഗരാജ നീ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അല്ല പ്രഭാവതിയെ ആക്രമിച്ചതിൽ മേഡത്തിന് സന്തോഷമില്ലേന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ സന്തോഷിക്കാൻ പറ്റിയൊരു വാർത്തയാണോ ഇത്, പ്രഭാവതിയെ എതിർ പാർട്ടിക്കാർ ആക്രമിച്ചു എന്ന് പത്രത്തിലും ന്യൂസിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രഭാവതിയോടൊരു സഹതാപം ഉണ്ടാവില്ലേ, അങ്ങനെ ഇലക്ഷനിൽ പ്രഭാവതി ജയിക്കാൻ എളുപ്പമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ മേഡം, അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല, എന്തായാലും അപ്പോൾ മേഡത്തെ ആക്രമിച്ചത് ആരായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, എന്തായാലും നമ്മളുടെ പാർട്ടിക്കാരും അങ്ങനെ ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ ഇത് പ്രഭാവതിയുടെ വേറൊരു നാടകമായിരിക്കുമെന്ന് അരുന്ധതി ചോദിക്കുന്ന സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട്, അത് പറയാൻ പറ്റില്ല മേഡം, അവർ വല്ലാത്തൊരു സ്ത്രീയാണ്, ഇതും ചിലപ്പോൾ അവരുടെ നാടകമായിരിക്കും, ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി അവർ കളിക്കണ കളിയായിരിക്കും ഇതെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ പ്രഭാവതിയെ റൂമിലേക്ക് മാറ്റിയതും നമ്മളുടെ ഭാർഗവിയും ഗൗരിയൊക്കെ പ്രഭാവതിയെ കാണാനായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ദേവികയും അവിടെയുണ്ട്. ദേവികയെ കണ്ടതും ഭാർഗവിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഭാർഗവി പറയുന്നുണ്ട്, ഇതെന്തായാലും രാഷ്ട്രീയ എതിരാളികൾ പ്രഭകുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ചെയ്തതാ, ഇപ്പം എല്ലാവർക്കും മത്സരത്തിൽ ജയിക്കണം എന്നുള്ളൊരു ചിന്തയല്ലേ ഉള്ളൂ. ആ സമയത്ത് ദേവികയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ല, കാരണം ദേവികയും പ്രഭാവതിക്കെതിരെ മത്സരിക്കുന്നത് ആയതുകൊണ്ട് ഈ ഭാർഗവി പറയണത് ദേവികയും കൂടി ചേർത്താന്നുള്ളത് ദേവികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സമയം ഗൗരി പറയുന്നുണ്ട്, അമ്മ ഒന്ന് മിണ്ടാതിരി അമ്മയെന്ന് പറയുമ്പോൾ, മിണ്ടാണ്ടിരിക്കണേ എന്തിനാ, രാഷ്ട്രീയത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരാളെ കൊല്ലാൻ ശ്രമിക്കണതൊക്കെ തെറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളുടെ പ്രഭാവതിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ ബെല്ലടിക്കണ കണ്ടതും പ്രഭാവതി ഭാർഗവിയോട് പറയുന്നുണ്ട്, ഭാർഗവി ആ ഫോൺ വിളിക്കണേ ആരാന്നൊന്ന് നോക്കിയെന്ന് പറയണു. അങ്ങനെ ഭാർഗവി ഫോൺ എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് ചന്ദ്രമതി മേഡമാണ്. ആ സമയം പ്രഭാവതി ആ ഫോൺ ഇങ്ങോട്ട് ഭാർഗവി എന്ന് പറയണു. അങ്ങനെ
ഫോൺ പ്രഭാവതിയുടെ കയ്യിൽ കൊടുത്തതും പ്രഭാവതി കോൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താ ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പോൾ പ്രഭയെ നിനക്ക് എന്താ സംഭവിച്ചത്, നിന്നെ ആരാ ആക്രമിച്ചതെന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് ആക്രമിച്ച ആൾ ആരാന്നുള്ളതൊക്കെ എനിക്കറിയാം, അവരെ ഞാനൊന്ന് നേരിട്ട് കാണുന്നുണ്ട്, എന്തായാലും ഞാൻ ഈ കട്ടലിൽ നിന്ന് എണീക്കട്ടെ, 2-3 ദിവസം എനിക്ക് നല്ല റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്, എന്നെ ആക്രമിച്ചവരാരായാലും അവരെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ചന്ദ്രമതി എന്ന്. ഇത് കേട്ടതും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ആരാ പ്രഭാവതി, ത്യാഗരാജനാണെന്ന് ചോദിക്കുമ്പം അതാരാന്നുള്ളത് ഇപ്പം ഞാൻ പറയണില്ല, അതൊക്കെ എനിക്കറിയാം, എന്തായാലും ഞാനിപ്പോൾ ഫോൺ വയ്ക്കുമോ ചന്ദ്രമതി എന്ന് പറഞ്ഞ് പ്രഭാവതി ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ എതിർ പാർട്ടി ആക്രമിച്ചതാണെന്ന് തന്നെ വിചാരിച്ചോ, പക്ഷേ ഇത് ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കളിയാണ്, എന്തായാലും എനിക്ക് ദേവികയ്ക്ക് മുന്നിൽ ജയിച്ചേ പറ്റൂ, ആ അരുന്ധതിയെ തോൽപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ്, അതുകൊണ്ട് ഞാൻ തന്നെയാണ് എന്നെ ആക്രമിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതെന്നും പറഞ്ഞ് പ്രഭാവതി ഇങ്ങനെ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർക്കുന്നുണ്ട്. ജയേട്ടൻ വിളിക്കുന്നതും എന്നിട്ട് സിദ്ധാർത്ഥൻ എന്നെ കാണാൻ വന്നിരുന്നു, അതെന്തിനാ ജയേട്ടാന്ന് ചോദിക്കുമ്പം അത് വേറൊന്നിനുമല്ല പ്രഭാവതിയെ മത്സരിപ്പിക്കരുതെന്ന് പറയാനാ സിദ്ധാർത്ഥൻ എന്നെ കാണാൻ വന്നത്, എന്നിട്ട് ജയേട്ടൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും പ്രഭാവതി മത്സരിച്ചിരിക്കും എന്ന്. അപ്പോൾ സിദ്ധാർത്ഥൻ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയത്, പ്രഭാവതി മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ജയിക്കുന്നത് ദേവികയായിരിക്കും എന്ന് എന്നെ സിദ്ധാർത്ഥൻ വെല്ലുവിളിച്ചിരിക്കണേ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പ്രഭാവതി എന്ന് ഈ ജയേട്ടൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അങ്ങനെ ദേവിക ജയിക്കൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് സിദ്ധാർത്ഥൻ നിൽക്കണമെങ്കിൽ ആ വിശ്വാസം ഇന്ന് തന്നെ നമുക്ക് തകർത്ത് കൊടുക്കണം, എനിക്ക് എന്തായാലും ഈ ഇലക്ഷനിൽ ജയിച്ചേ പറ്റൂ, അതിനുവേണ്ടി എന്ത് കളി കളിക്കാനും ഞാൻ തയ്യാറാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഗുണ്ടകൾ വരുന്നതും ഈ പ്രഭാവതിയെ തല്ലുന്നതും. അതൊക്കെ ഓർത്ത് പ്രഭാവതി ഇങ്ങനെ പുഞ്ചിരിച്ച് കിടക്കുന്നുണ്ട്. ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട് എന്താ കുഞ്ഞെ ചിരിക്കണേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല പ്രഭാവതി, എന്തായാലും ഈ ഒരു ആക്രമണത്തോടു കൂടി എൻ്റെ വിജയം ഉറപ്പായി എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതീനെയാണ്. അരുന്ധതീനെ CP വിളിച്ചിട്ട് CP പ്രഭാവതിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മേഡം ആരോ ആ പ്രഭാവതിയെ ആക്രമിച്ചിട്ടുണ്ട്, ഇനിയിപ്പം നമ്മളുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷയും വെക്കണ്ട, അതുകൊണ്ട് തന്നെ മേഡം ഒരുപാട് പൈസയൊന്നും അതിന് ചിലവാക്കണ്ട എന്ന് പറയുന്നു. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ശരിക്കും ഈ പ്രഭാവതിയെ ആക്രമിച്ചത് ആരാ, നമ്മളുടെ പാർട്ടിക്കാരാണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല മേഡം, അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ, എന്തായാലും ആക്രമിച്ചവർ ചെയ്തത് മണ്ടത്തരമായിപ്പോയി, ഇനിയിപ്പോൾ ആ ഒരു സഹതാപ വോട്ട് കിട്ടി പ്രഭാവതി ഉറപ്പായിട്ടും ജയിക്കുന്നു. അത് കേട്ടതും നമ്മളുടെ അരുന്ധതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് അരുന്ധതി ഫോൺ ആ സെറ്റിയിലോട്ട് ഇങ്ങനെ എറിഞ്ഞിടുന്നുണ്ട്. ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.